ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ മനസ്സിൽ. എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നടക്കുമോ ഇല്ലയോ എന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു പൈൽ റീഡിംഗ് ആണ്. 3 കാർഡുകൾ നമ്മളിവിടെ വയ്ക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ 3 പൈലുകളാണ് വെച്ചിട്ടുള്ളത്. ഒന്ന് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, പിന്നെ 10 ഓഫ് കപ്സ്, അതുപോലെ തന്നെ ഹാങ്ഡ് മാൻ. ഇങ്ങനെ 3 കാർഡുകളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാർഡുകളിൽ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു കാർഡ് സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എന്താഗ്രഹമാണ് അത് നടക്കുമോ ഇല്ലയോ എന്നറിയേണ്ടത് ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചതിന് ശേഷം 3 കാർഡുകളിൽ ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ. എന്നിട്ട് മനസ്സിൽ നിങ്ങൾ ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ആഗ്രഹം നടക്കുമോ, യൂണിവേഴ്സ് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തിരിക്കുക, ഫസ്റ്റ് പൈൽ, അതായത് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി ഷഫിൾ ചെയ്ത് ഞാൻ കാർഡുകൾ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ കാർഡിലേക്ക് നമുക്ക് പോവാം, സ്പ്രെഡിലേക്ക് പോവാം. ആദ്യം തന്നെ 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്, പിന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറൻസ് കാർഡ് വരുന്നുണ്ട്, പിന്നെ എംപ്രസ് കാർഡ്, പിന്നെ നമുക്ക് 4 ഓഫ് സോഴ്സ്, 2 ഓഫ് വാൻഡ്സ്, അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് വരുന്ന ഒരു കാർഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓഫ് കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു പൈൽ കാർഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് കിട്ടാനായിട്ട്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്പ്രെഡിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാർഡ് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ 2 കാർഡുകളാണുള്ളത്. അപ്പോൾ ഈ 2 കാർഡുകൾ കാണിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എഫേർട്ട് ഇടുന്ന എന്ത് കാര്യമാണോ ആ ഒരു കാര്യങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഫലം കിട്ടും എന്നുള്ളതാണ്. അപ്പം ഒരു വിഷ് ഫുൾഫിൽമെന്റ് മാത്രമല്ല നമ്മളിവിടെ കാണുന്നത്, ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി കൂടി ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാമ്പത്തികപരമായ കാര്യമോ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ ആയിക്കോട്ടെ, ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ആക്ഷൻ എല്ലാ ദിവസവും സെയിം ടൈമിൽ ഒരേപോലെ ഒരു ചെറിയൊരു ആക്ഷൻ, ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു എഫേർട്ട് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അതിനൊരു റിവാർഡ് ലഭിക്കും എന്നുള്ളതാണ്. ഒരു ആഗ്രഹം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ലോങ് ടൈം സ്റ്റെബിലിറ്റി ആയിട്ട് നിങ്ങളുടെ ഒപ്പം അതുണ്ടാവും എന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊരു പേഴ്സൺ ആണെങ്കിലും, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിലും അത് പിന്നെ നിങ്ങൾക്ക് എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമുക്ക് ടെമ്പറൻസ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പം ടെമ്പറൻസ് കാർഡ് എന്ന് പറയുന്ന ഒരു ഡിവൈൻ ടൈം ആണ് കാണിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. നിങ്ങൾ ഒരു ഹറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ ഒരു കാമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഡിവൈൻ ടൈം ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ എംപ്രസ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഡിസയർ, നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ലെവൽ ഗ്രോ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളൊരു ന്യൂട്രൽ എനർജിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ തന്നെ വില കുറച്ച് കാണുന്ന, അല്ലെങ്കിൽ എനിക്കിത് കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാനായിട്ട്, നെഗറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് ടോക്കിങ് ഇതെല്ലാം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പോസിറ്റിവിറ്റി ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫ്ലോ ചെയ്ത് എത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ 4 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ് വരുന്നത്. മെന്റൽ റെസ്റ്റ് ഈ ആവശ്യമാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ മെന്റൽ റെസ്റ്റ് എപ്പോഴൊക്കെയാണ് വേണ്ടത്? നമ്മൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുകയും ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡ് അടിക്കുന്ന ഒരു മൈൻഡിലുള്ള ആളുകളായിട്ട് നമുക്കിവിടെ ഈ ഒരു റീഡിങ് റെസനേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു കാമായിട്ടിരിക്കുക, റെസ്റ്റ് ആവശ്യമാണ്, നിങ്ങളുടെ മനസ്സിന് ഒരു റെസ്റ്റ് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുകയും അതുവഴി ഒരു മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ നിങ്ങളിൽ നടക്കുകയും ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ 2 ഓഫ് വാൻഡ്സിന്റെ കാർഡ് വരുന്നത്, നിങ്ങൾ എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, ഒരു കാര്യം നടക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അതിനകത്ത് ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ നിങ്ങളുടെ ലൈഫിലും അതുപോലെ ഡിസിഷൻ എടുക്കേണ്ടുന്ന ഒരു സമയം വരും. ആ ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുക തന്നെ ചെയ്യണം. ബോൾഡായിട്ട് നിന്നൊരു ഡിസിഷൻ എടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ പേടിച്ചു മാറിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒന്ന് പതുങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടാതെയാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കണം, എങ്കിലാണ് ആ ഒരു ഫ്ലോ നിങ്ങളിലേക്ക് തുടർന്ന് എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു കാർഡ് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരും. അതിപ്പോൾ ജോബ് ആയിരിക്കാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മണി മാറ്റേഴ്സ് ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ഏസ് ഓഫ് പെന്റക്കിൾസ് വഴി ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പുതിയൊരു അവസരം, ഇതെല്ലാം നേടിയെടുക്കാനായിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നേടിയെടുക്കാനായിട്ടുള്ള ഒരു പുതിയ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് ചിലപ്പോൾ ഫിസിക്കൽ പരമായിട്ടുള്ള ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അവസരങ്ങളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും അതുവഴി ഒരു പ്രോഗ്രസ്സിലേക്ക് പോകാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ബോൾഡായിട്ട് നിന്ന് ഒരു ഡിസിഷൻ എടുക്കണം എന്ന ഒരു മെസ്സേജ് നമുക്ക് ഈ 2 ഓഫ് വാൻഡ്സ് വഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇവിടെ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ്. അതുപോലെ തന്നെ എന്ത് കാര്യമാണ് നിങ്ങൾ നടത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക. ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഒട്ടും ഡൗട്ട് അടിക്കരുത്. ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നാൽ അതൊരു വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കും. അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ഒരു ഡൗട്ട് ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകരുത്. എനിക്ക് കിട്ടും എന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഒരു സ്ലോ ആയ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും. പക്ഷെ അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്റ്റേബിൾ ആയിട്ട് നിങ്ങളിൽ ഉണ്ടാകും, എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ സാമ്പത്തികപരമായ മെറ്റീരിയലിസ്റ്റിക് പരമായ സിറ്റുവേഷൻ ആണെങ്കിലും, എന്താണെങ്കിലും അത് നിങ്ങൾക്ക് എല്ലാ സമയങ്ങളിലും ഇനി നിങ്ങളുടെ ജീവിതാവസാനം വരെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സക്സസ് ആയിട്ട് ആ ഒരു കാര്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ഫസ്റ്റ് പൈലിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് എത്ര നാളിനുള്ളിൽ ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം പീരീഡ് പറയാനായിട്ട് പറ്റുന്നത് സ്ലോ ആയിട്ടായതുകൊണ്ട് തന്നെ 3 to 6 മന്ത്സിനുള്ളിൽ, ഒരു 3 തൊട്ട് 6 മാസം വരെയുള്ള ഒരു കാലയളവിനുള്ളിൽ നിങ്ങൾ ഈ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് സെക്കൻഡ് പൈൽ എന്ന് പറയുമ്പോൾ 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാർഡുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ടവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡെത്ത് കാർഡാണ്. അപ്പോൾ ഫസ്റ്റ് ടവർ കാർഡ്, സെക്കൻഡ് ഡെത്ത് കാർഡ്, പിന്നെ നമുക്ക് വന്നത് 6 ഓഫ് സോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സ്, മജീഷ്യൻ, അതുപോലെ തന്നെ 3 ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ലാസ്റ്റ് നമുക്ക് 10 ഓഫ് കപ്സ്. ഇത്രയും കാർഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങളുടെ ആഗ്രഹം നടക്കാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു പാറ്റേൺ മൊത്തത്തിൽ മാറ്റണം. നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ആവശ്യമാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്.
ഈ ഒരു ഫയല് വളരെ ഇന്റൻസ് ആണ്, ഡീപ്പായിട്ടുള്ള ഒന്നാണ് എങ്കിലും അതോടൊപ്പം തന്നെ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫയലും കൂടിയാണ്. അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടവർ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ആവശ്യമാണ് നിങ്ങളുടെ ലൈഫിന് എന്നാണ് ഇത് കാണുന്നത്. ഇത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഫിയർ കാര്യങ്ങൾ, ഡിപ്പെൻഡൻസി ഇതൊക്കെ ഉണ്ടെങ്കിൽ, പഴയ സിറ്റുവേഷൻസ് ആകാം, എന്തെങ്കിലും ആകാം. പക്ഷെ ഇതെല്ലാം എടുത്തു കളയേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം മാറ്റപ്പെടും എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിലും ഈ പഴയ പാറ്റേൺ, നിങ്ങളുടെ ആ ഒരു പഴയ കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് പോകേണ്ടുന്ന കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം മാറ്റി നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി യൂണിവേഴ്സ് മാറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ റെസിസ്റ്റന്റ് ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കുറേയേറെ ഡിലേ വരും എന്നുള്ളത് മാത്രമാണ് ഇതിന് വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പഴയ കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് ഒട്ടും ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഇതിൽ തന്നെ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം കിട്ടുകയും വേണം. അങ്ങനെ ഒരിക്കലും നടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്ര നാളെ ഇത് ഡിലേ ആകും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ അവിടെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ട് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു ആ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ 6 ഓഫ് സോഡ്സിന്റെ ഒരു എനർജി വരുന്നില്ല. ഇത് ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ മെന്റലായിട്ട് ചില സമയത്തൊക്കെ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് വരും. ചില തോട്ട്സുകൾ ഉണ്ടാവും, അതിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് മറ്റു ചില തോട്ട്സുകളും വരും. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുക എന്താണ് ഇങ്ങനെ. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി പോകും. സ്ലോലി പക്ഷെ നിങ്ങൾ ആ ഒരു കാം ആകാനായിട്ട് ശ്രമിക്കുക, ഡയറക്ഷനിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റക്നെസ്, ഷിഫ്റ്റ്, ചേഞ്ച്, മാറുന്നു, മാറ്റങ്ങൾ, ഇങ്ങനെ ഇതുവരെ പോയിക്കൊണ്ടിരുന്ന ഒരു പാറ്റേണല്ല പെട്ടെന്നെല്ലാം തകരം പറഞ്ഞ് മാറുന്നു. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മളവിടെ സ്റ്റക്കായി പോകുമോ, ഡിപ്രസ്ഡ് ആയി പോകുമോ ഒന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. കാം ആവുക, സ്ട്രെങ്ത് ആകുക, ഇന്നർ സ്ട്രെങ്ത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ പോകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് വരുന്നത് കിങ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഇത് ഒരു ലീഡർഷിപ്പ് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് നമുക്ക് പറയാം. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കരുത്, എല്ലാം യൂണിവേഴ്സ് ചെയ്യട്ടെ എന്ന രീതിയിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന നടക്കണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ ചെയ്യണം എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ മജീഷ്യൻ കാർഡ് ഒരു മാനിഫെസ്റ്റേഷൻ വിൻഡോ നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ ആക്കുന്നു യൂണിവേഴ്സ് എന്നുള്ളതാണ്. ആ ഒരു മാനിഫെസ്റ്റേഷൻ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരാണ്. അപ്പൊ നിങ്ങളുടെ തോട്ട്സും ആക്ഷൻസും എല്ലാം ഒരേപോലെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. പിന്നെ 3 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഇതൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്നാണ്. ഒരു റൈറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു ശരിയായ സമയത്ത് ഒരു ശരിയായ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് പറഞ്ഞ പോലെ ഒരു ശരിയായ പേഴ്സൺ ആകാം, ഒരു ശരിയായ സിറ്റുവേഷൻ ആകാം, എന്താണെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സിസ്റ്റം, ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങളിലേക്ക് എത്തും എന്ന് യൂണിവേഴ്സ് തന്നെ ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു അവസരം ഉണ്ടാകും എന്നുള്ളത് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനൊന്നും ഒരു ഹോപ്പും ഇല്ല എന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളും ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു സമയവും കടന്നു പോകും. അതിനുശേഷം നിങ്ങളിത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാതെ, അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എത്രയോ ട്രൈ ചെയ്ത കിട്ടാനാണെങ്കിൽ ഇപ്പൊ പണ്ടേ ഈ കാര്യം നടക്കണ്ടല്ലേ എന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതെ, ഒരു പ്രതീക്ഷ കൈവിടാതെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂണിവേഴ്സ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, ഞാൻ യൂണിവേഴ്സിന്റെ ഒപ്പം പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് വിടാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, പിന്നെ പേജ് ഓഫ് കപ്സും 10 ഓഫ് കപ്സുമാണ് നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ലാസ്റ്റ്. അത് തന്നെയാണ് നിങ്ങൾ ഒട്ടും ഹോപ്പില്ലാതെ, ഒട്ടും പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്ത് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട്, സോഫ്റ്റ് ആയിട്ട്, ഹാപ്പി ആയിട്ട് ഉള്ള ഒരു ഔട്ട്കം നിങ്ങൾക്ക് ഉണ്ടാകും. അതിപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഇനി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന, നിങ്ങൾ അല്ലെങ്കിൽ ചെറിയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഒത്തിരി വലിയ രീതിയിൽ നിങ്ങളിലേക്ക് ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ഒറ്റൊരു കാര്യം മാത്രമാണ് ഇതിൽ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ട്രസ്റ്റ് ദ പ്രോസസ്. അതായത് നിങ്ങളുടെ ലൈഫിലൂടെ നടന്നു പോകുന്ന ആ പ്രോസസ്സിനെ മാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. പല പ്രശ്നങ്ങൾ വരും, പല ആളുകൾ വരും, സിറ്റുവേഷൻസ് മാറി വരും, ഇതൊക്കെ നടക്കും. ഇത് ഓൾറെഡി നമുക്കറിയാമെങ്കിൽ പിന്നെ നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതൊക്കെ മാറി പോകുന്നുള്ള കാര്യം.
ഓക്കെ. അപ്പം അതൊക്കെ ഉണ്ടാകും. കാരണം നമുക്ക് ഫസ്റ്റ് തന്നെ ടവർ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റങ്ങൾ വരും, ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഇതിനെല്ലാം ശേഷമാണ് നമുക്ക് ആ 10 ഓഫ് കപ്സിന്റെ എനർജിയിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുക. അപ്പൊ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പക്ഷെ അതിനു മുന്നേ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വഴിയിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വഴിയിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു സഡൻ ഒരു മാറ്റം ഉണ്ടാകും. അതിനുശേഷം നിങ്ങൾ റീബിൽഡ് ചെയ്യും. അവസാനം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ച് തരും യൂണിവേഴ്സ് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ. അതിന് ഇനി എത്ര സമയം എടുക്കും ഈ ഒരു റിസൾട്ടിലേക്ക് എത്താനായിട്ട്, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടാനായിട്ട് ഇനി എത്ര സമയം എടുക്കും എന്ന് ഈ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പറയാനായിട്ട് പറ്റുന്നത് ഏകദേശം ഒരു 1 to 3 months എന്ന് പറയാനായിട്ട് പറ്റും. 1 മുതൽ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടും എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിനി മൂന്നാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ മൂന്നാമത്തെ പൈലായ ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന ഒരു കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 7 ഓഫ് കപ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ദ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 4 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന പൈൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു കാര്യം അവർക്ക് ആ ഒരു ആഗ്രഹം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ ആ ഒരു കാര്യം ഒരു പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫേസിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അത് നടന്നു കിട്ടില്ല എന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരിക്കലും അത് നടന്നു കിട്ടില്ല എന്ന രീതിയിൽ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആണല്ലോ, അപ്പോൾ അങ്ങനെ പോകുന്ന സിറ്റുവേഷനനുസരിച്ച് ആളുകൾ അവനവനെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇതൊരു പണിഷ്മെന്റ് എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയൊരു പണിഷ്മെന്റ് ആണ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു ചിന്തകൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വിക്ടറി ഉണ്ടാകും, പക്ഷെ കുറച്ച് കഴിഞ്ഞേ ആ ഒരു വിക്ടറി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് മുന്നമായിട്ട് നമുക്ക് ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചേഞ്ച് ഇല്ലാതെ ഇങ്ങനെ സെയിം ഒരു ലൂപ്പിൽ പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് യാതൊരു മാറ്റങ്ങളും ലൈഫിലില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, പിന്നെ വൈകുന്നേരം ആകുന്നു, ഒക്കെ കടന്നുറങ്ങുന്നു, ഇങ്ങനെ ഒരു ലൂപ്പിൽ അല്ലാതെ അവിടെ ഒരു മാറ്റങ്ങളില്ലാതെ ലൂപ്പിൽ പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് പിന്നെ വരുന്നത്. ഇവിടെയാണെങ്കിലും മൈൻഡ് സെറ്റ് ഒരു ക്ലിയർ അല്ല, എപ്പോഴും ഒരു ഡൗട്ടുള്ള മൈൻഡ് സെറ്റ് ആണ്. ഈ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ഡൗട്ടാണ്. എനിക്ക് കിട്ടാനൊന്നും ചാൻസ് ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ആഗ്രഹം സാധിക്കാനൊന്നും വഴിയില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ആഗ്രഹിക്കുക, ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എനർജി പോസിറ്റിവിറ്റിയിലേക്ക് മാറും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നടക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ 7 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടക്കാതിരിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. അതുപോലെ എനിക്ക് കിട്ടും, നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുകയാണ്, അത് നടക്കില്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും പറയും നമുക്കത് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പുറകെ പോയിട്ട് കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കൂടി നമ്മൾ ഇറങ്ങുന്നവർക്കൊരു ട്രസ്റ്റ് വേണം. എനിക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കണം ആദ്യം, എന്നിട്ടല്ല മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് അവിടെ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? ഇല്ല. എൻ്റെ വിശ്വാസമാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അപ്പൊ ഈ റീഡിങ് ആർക്കാണോ റെസനേറ്റ് ചെയ്യുന്നത് ആ ഒരു പേഴ്സൺ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ടാണ്. ഈ ഒരു കാര്യം, ഒരു ആഗ്രഹം അവർക്കുണ്ട്, അത് കിട്ടണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടുമോ കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് കൂടുതലും അവർ ആ ഒരു മനസ്സിൽ ഡൗട്ട് അടിക്കുന്നത്. ഓക്കെ. പിന്നെ 7 ഓഫ്
കപ്സിനെ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവിടാം. ഓക്കെ. പിന്നെ 7 ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോഴത്തേക്കും അതും ഒരു കൺഫ്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ, അവർക്ക് ഒത്തിരി ഡിസയർ ഉണ്ട്, ആ ഒരു ആഗ്രഹം നടക്കണമെന്ന് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ആ ഒരു ഡിസയർ വീക്ക് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലിയർ ഇന്റൻഷനിലേക്ക് നിങ്ങൾ എത്തുക, നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതിലേക്ക് എത്തുക, അതെനിക്ക് കിട്ടണം എന്ന വാശിയോടെ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതുപോലെ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, കിട്ടാത്തതുപോലെയാണ് നിങ്ങൾ, അല്ലെ കിട്ടില്ല എന്ന രീതിയിലാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്, അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നെ വരുന്നത്. ഇവിടെ ഒരു സെൽഫ് സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു റൊട്ടീൻ കറക്റ്റ് ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫൈനാൻസ് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചേസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചേസിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഒരു പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെയാണ് യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ നമുക്കിവിടെ സെൽഫ് ഡൗട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ പിന്നെ ഇന്നർ കൺട്രോൾ അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷമയോട് കൂടിയുള്ള ഒരു ഇന്നർ കൺട്രോൾ നമുക്ക് നേടിയെടുക്കണം, ഒരു സ്ട്രെങ്ത് നമുക്ക് മനസ്സിന് നേടിയെടുക്കണം. അങ്ങനെ നേടിയെടുക്കുമ്പോൾ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും തനിയെ മാറും എന്നാണ് കാണുന്നത്. അതിന് ഒരു സമയം ആവശ്യമാണ്. ആ ഒരു കുറേ വീൽ ഓഫ് ഫോർച്യൂൺ അതാണ് കാണിക്കുന്നത്, കുറച്ചൊരു കാലഘട്ടം അതിനാവശ്യമാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ ടൈം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു സമയത്ത് അവിടെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരും, സ്റ്റേബിൾ ആയിട്ടുള്ള ഹാപ്പിനെസ് തരും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. അതാണ് നമുക്കിവിടെ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫേസിലൂടെ എല്ലാം നിങ്ങൾ കടന്നു പോകണം, അല്ലെങ്കിൽ ഇനി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ള ഫേസിലൂടെയും കൂടെ കടന്നു വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ പേർക്കും ഇവിടെ ഒരു സെലിബ്രേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാരേജ് ഒക്കെ, റിലേഷൻഷിപ്പ്, മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ നടക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളാണ് കൂടുതൽ ആളുകളും ഒരു ആഗ്രഹമായിട്ട് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റീഡിങ്ങിൽ ഈ ഒരു തേർഡ് ഫയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ അങ്ങനെ വെയിറ്റിംഗ് എനർജിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആ സെൽഫ് ഡൗട്ട് ഒക്കെ മാറി, കൺഫ്യൂഷൻ ഒക്കെ മാറി, എല്ലാം മാറി നിങ്ങൾ കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു റിയലൈസേഷനിലേക്ക് വരും. അപ്പോൾ അവിടെ ഒരു സഡൻ മൂവ്മെന്റ്സ് ഉണ്ടാകുകയും ഒരു ഹാപ്പി റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടന്നു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ പയൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് സമയത്താണ് ലഭിക്കുക, ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം എപ്പോഴാണ് നടന്നു കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു സമയം പറയുകയാണെങ്കിൽ ഒരു 4 തൊട്ട് 5 മാസം വരെയുള്ള സമയത്തിനുള്ളിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 3 പയലും സെലക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ എന്താണ് ഈ ഒരു സമയത്ത് ഇനി നമുക്കിപ്പോൾ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ താണ്ടി വേണം നമ്മൾ ഈ ഒരു റിസൾട്ടിലേക്ക് എത്താനുള്ളത് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു കറന്റ് ടൈമിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു യൂണിവേഴ്സൽ മെസ്സേജസും കൂടി നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചില ആളുകളുണ്ട്, എനിക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ലാത്തൊരവസ്ഥ. ചില സമയത്ത് നമ്മൾ വിചാരിക്കും എനിക്ക് ഈ ഒരു കാര്യങ്ങൾ നടന്നു കിട്ടണം, ചില സമയത്ത് നമ്മൾ വിചാരിക്കും അത് വേണ്ട കേട്ടോ, ഇത് മതി. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിനും. അപ്പം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആ ഒരു ആഗ്രഹം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ആ ഒരു ആഗ്രഹം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു നല്ല എനർജിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അപ്പം കുറച്ച് സൈലന്റ് ആയിട്ടിരുന്ന്, കുറച്ച് കാമായിട്ടിരുന്ന് നിങ്ങൾക്ക് എന്ത് വേണം എന്നതിനെ കുറിച്ച് കറക്റ്റായിട്ട് ഒരു നിഗമനത്തിലെത്തുക. എന്നിട്ട് ആ ഒരു ഫീലിങ്സ്, ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ ഇമാജിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും.
അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ വളരെ സ്പീഡിലായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് ഡൗട്ടും ഉണ്ട്, ഓവർ തിങ്കിങ്ങും ഉണ്ട്. ഈ ഒരു ഡൗട്ടിനെയും ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് ഈ ഡൗട്ടും ഓവർ തിങ്കിങ്ങും വരുമ്പോൾ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് പേടി ഉണ്ടാവും, നമുക്ക് ഒരു ഫിയർ ഉണ്ടാവും, ഫിയർ ഓഫ് തോട്ട്സ് ഉണ്ടാവും. അത് ഈ ഒരു ആഗ്രഹ സഫലീകരണത്തിന് ഡിലേ ആകാനുള്ള ഒരു സിഗ്നലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം നടക്കാനായിട്ട് കുറെ ഡിലേ അവിടെ വരും, ഈ ഒരു കാര്യങ്ങൾ വരും. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി അവിടെ ഒരു പോസിറ്റീവ് തോട്ട്സ് റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത് എനിക്കായിട്ട്, എനിക്ക് നല്ലതിനായിട്ട് തന്നെ മൂവ് ഓൺ ചെയ്ത് എന്നിലേക്ക് വരും എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക. അപ്പം മൈൻഡ് സെറ്റ് കാമാകുമ്പോൾ എനർജി നിങ്ങളിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ. മൂന്നാമത്തെ കാര്യം, ചെറിയ ചെറിയ ഫിസിക്കൽ ആക്ഷൻസ്. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ചെറിയൊരു ആക്ഷനെങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു ഫിസിക്കൽ ആക്ഷൻ ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ടാരോട്ട് പറയുന്നത്. അപ്പോൾ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവേഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, ഒരു ചെറിയ കുഞ്ഞു സ്റ്റെപ്പെങ്കിലും ഒരു ദിവസവും ചെയ്യുക. അതിപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ഇനി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ ലേണിങ്ങിനൊക്കെ ഉള്ള കാര്യങ്ങളാണ്, അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പ്ലാനിങ്ങുകൾ നടത്തുക. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക ഒരു കാര്യത്തിന്. അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഗൈഡൻസ് മെസ്സേജ്. അപ്പൊ ആ ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മൂവ്മെന്റ്സ്, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ യൂണിവേഴ്സ് കാണുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡോറ് തുറന്നു തരും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷമ വേണം, അതുപോലെ തന്നെ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക. ക്ഷമയും ഡിറ്റാച്ച്മെന്റും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. ഒരു ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം എന്ത് കാര്യത്തിനാണെങ്കിലും. അതുപോലെ റിസൾട്ട് നിങ്ങൾ ചേസ് ചെയ്ത് പോയി പിടിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആ ഒരു ഡിസയർ, അത് നിങ്ങളെ ചേസ് ചെയ്ത് വരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ സ്ട്രെങ്ത് വേണം, ക്ഷമയോടെ കാത്തിരിക്കണം, വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. അറ്റാച്ച്ഡ് ആകാനായിട്ട്, അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ചേസ് ചെയ്ത് പോകുമ്പോൾ അത് കൂടുതൽ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകും, നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന സമയത്ത്. അപ്പം നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആകുമ്പോൾ ആ ഒരു പേഴ്സൺ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മളിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ചോ ആ ഒരു കാര്യത്തിനെക്കുറിച്ചോ ഒരു സിറ്റുവേഷനെ കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫും കൂടി നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സമയങ്ങളാണ് നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം വേണം, ഈ ഒരു കാര്യം വേണം എന്ന് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് ജീവിക്കാനായിട്ട് മറന്നു പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡെയിലി ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഫോക്കസും ചെയ്യുക. അതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളിലേക്ക് ഒരു മാനിഫെസ്റ്റേഷൻ എനർജി പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് എനർജി സ്ട്രോങ് ആക്കി വെക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മളൊരു ലോ മൂഡിൽ ഇരുന്നാൽ കാര്യങ്ങളെല്ലാം ഒരു സ്ലോ ആയിട്ടാണ് നമ്മളിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എനർജി വളരെ ഇന്നർ കൺട്രോളിലും ഇന്നർ സ്ട്രെങ്ത് നേടിയെടുത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള എനർജിയിൽ നിർത്തി കഴിയുമ്പോൾ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പൈൽ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ സെലക്ട് ചെയ്ത പൈലുകളൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.